ഹായ്, വെൽക്കം ബാക്ക് ടു റാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന കുറച്ച് പൂച്ചെടികളുടെ കളക്ഷനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഹൈഡ്രാഞ്ചിയാണ്. കുഞ്ഞ് ബട്ടർഫ്ലൈ പോലെ തോന്നുന്ന പൂക്കളാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് മണ്ണിലെ pH ലെവൽ അനുസരിച്ചിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവാറുണ്ട്. നമ്മൾ ചിലപ്പോൾ വയലറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH ലെവൽ അനുസരിച്ചിട്ട് ഇത് ചിലപ്പോൾ പിങ്ക് ആയിട്ടൊക്കെ വിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആക്കി എടുക്കാൻ പറ്റും. ചാരമൊക്കെ യൂസ് ചെയ്യുന്ന മണ്ണൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ pH ലെവൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പൂക്കളെ ഓരോ നിറത്തിലായിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് ഫ്ലവറിങ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പം ഒരു ബ്ലൂ കളറാണ്. ഇത് വന്നിട്ട് ബ്ലൂവും ഒരു പിങ്കും കൂടെ ചേർന്നിട്ട് കാണുന്നൊരു കളറിലാണ് കേട്ടോ. അപ്പോൾ രണ്ട് പ്ലാന്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിലെ മണ്ണിൻ്റെ pH ലെവൽ അനുസരിച്ചിട്ടാണ് രണ്ട് കവറിലും രണ്ട് വ്യത്യസ്തമായ പൂക്കളായിട്ട് തോന്നുന്നതല്ല, പൂക്കളാണ്. രണ്ട് വ്യത്യസ്തമായിട്ട് പൂക്കളാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രാഞ്ചിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഹൈഡ്രാഞ്ചിയ മാത്രമല്ല, ഇപ്പം എല്ലായിടത്തും മണിമുല്ല വസന്തമാണ്. അപ്പോൾ അതേ മണിമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സീസണിൽ മണിമുല്ല ഉള്ളവർക്ക് അറിയാമായിരിക്കും, നല്ല രീതിക്ക് ഫ്ലവറിങ് ആവുന്നൊരു ടൈമാണ് മണിമുല്ല. നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്ന മണിമുല്ല പൂക്കൾ തേനീച്ചകളും കൂട്ടങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയതാണ് ഈ ഒരു മണിമുല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീസണിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒരു മണിമുല്ല വസന്തം തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള മണിമുല്ലയുടെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ്. നമുക്കിതൊരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ചെറിയൊരു ബേസിലോ ബാരലിലോ വെച്ച് കഴിഞ്ഞാൽ, ബാരലല്ല, അത്യാവശ്യം വലിയൊരു ചെടിച്ചട്ടിയിൽ വെച്ച് ഒന്ന് താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പടർന്ന് നിന്ന് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ് കേട്ടോ മണിമുല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ വീട്ടിലും ഒരു മണിമുല്ല വസന്തം ഉണ്ടാവട്ടെ. അപ്പോൾ മണിമുല്ല പ്ലാന്റ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലവറിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. അപ്പോൾ മേടിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് DTDC കൊറിയർ വഴിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഹൈഡ്രാഞ്ചിയും അതുപോലെ തന്നെയാണ്. പിന്നെയുള്ളത് ചൈനീസ് ഇംപേഷ്യൻസ് ആണ്. നമ്മുടെ ബാൾസം, നാട്ടു ബാൾസം അല്ല, ഹൈബ്രിഡ് ബാൾസം ആണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ 10 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ വരുന്നത്. ഇതിൽ 10 തൈകളാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത്. ചൈനീസ് ഇംപേഷ്യൻസിൻ്റെ 10 തൈകളടങ്ങുന്ന ഒരു കോംബോ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഇതൊന്നും കാർട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈനീസ് ബൾസും കോംബോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൈനീസ് ബൾസ് കോംബോ അയച്ചു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഓൾ കേരള കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. ഓൾ കേരള മാത്രമല്ല, തമിഴ്നാട്, കർണാടകയിൽ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈറ്റും റെഡും ഒക്കെ മിക്സഡ് ആയിട്ടുള്ളൊരു കോംബോ ആണ്. അടുത്തതായിട്ട് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്. ഈ പ്ലാന്റിനെ കുറിച്ചിട്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. വിരിയുന്ന സമയത്ത് വയലറ്റ് കളറാണ്, അതിന് ശേഷം ജസ്റ്റ് കളർ ചേഞ്ച് ആവും കണ്ടോ. പിന്നീട് വൈറ്റിലോട്ട് മാറും. 3 കളറിൽ ഫ്ലവറിങ് ആവും കേട്ടോ. ബ്ലൂ, വയലറ്റ്, വൈറ്റ്, ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ അല്ലെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടാൻ കാരണം. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് ബെയർ ആപ്പിളിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മുന്തിരിയുടെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ പറയുന്ന പ്ലാന്റ്സിൻ്റെ നെയിം നോട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ യെസ്റ്റർഡേ ടുഡേ ടുമാറോ, മണിമുല്ല ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അടുത്തതായിട്ടുള്ളത് സിൽവർ ലീഫുമായിട്ടുള്ള നിക്കോഡിയ പ്ലാന്റ്സ് ആണ്. സിൽവർ ലീഫിൽ ഒരു മജന്ത കളർ ഫ്ലവർ വരുന്ന നിക്കോഡിയ പ്ലാന്റ്സ് ആണ്. നിക്കോഡിയയുടെ നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. വെള്ളം വേണ്ടാത്ത ചെടിയാണ് കേട്ടോ നിക്കോഡിയ. നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്നതാണ്. ഒരു പൂമരമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഓക്കെയാണ്. അടുത്തതായിട്ട് അറേബ്യൻ ജാസ്മിൻ ആണ്. മുല്ലപ്പൂക്കളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന അറേബ്യൻ ജാസ്മിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇനിയിപ്പോൾ മാർച്ച് മാസത്തിലൊക്കെ മുല്ലപ്പൂവിൻ്റെ സീസൺ വരുവാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈ ഒരു അറേബ്യൻ ജാസ്മിൻ പൂക്കട്ടെ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.